അയ്യോ എന്റെ പൊന്നു മക്കളെ, നിന്റെ ഫേസ്ബുക്കിൽ ഇത് എന്തൊരു റീച്ചാ. അച്ചമ്മയ്ക്ക് പോലും ഇല്ല ഇത്രയും ഫോളോവേഴ്സ്. ഓളിതെങ്ങനെ ഒപ്പിച്ചു? അതച്ചമ്മേ, അതൊക്കെ ഒരു സീക്രട്ടാ. എന്റെ പൊന്നു മക്കളൊന്ന് പറ സീക്രട്ട്. അച്ചമ്മ ഒന്ന് കേക്കട്ടെ. അതച്ചമ്മേ, ഒരു ദിവസം അച്ഛനും അമ്മയും കൂടി വഴക്കൂടണ വീഡിയോ ഞാൻ ലൈവായിട്ടിട്ടു. അത് കേറിയ വൈറലായി. അന്ന് മുതല് നീ ഭയങ്കര ഫോളോവേഴ്സാ. എന്റെ പൊന്നു മോളെ, നമ്മുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന ഇമാതിരി കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ ഇങ്ങനെ പരസ്യപ്പെടുത്താവോ? നാണക്കേടല്ലേ? അല്ല അച്ഛമ്മേ, അത് വ്യൂവേഴ്സ് ആയ ഉടനെ ഞാൻ ഡിലീറ്റ് ചെയ്തു. മനസ്സിലായി. അയ്യോ എന്റെ ഇതുപോലൊക്കെ വല്ലതൊക്കെ എടുത്ത് നീ ഞാൻ തിടുവോ മോളെ? ഇല്ല അച്ഛമ്മേ, എന്റെ അച്ഛമ്മ ഡീസന്റ് അല്ലേ. അയ്യോടാ, അത് കേട്ടാ മതി. കൊള്ളാം. അച്ഛമ്മേ, അച്ഛമ്മ എന്തായി സെർച്ച് ചെയ്യണേ? മോളെ, അച്ഛമ്മ ഒരു ബോംബെക്കാരൻ ചോപ്ര, അവന്റെ പ്രൊഫൈൽ ഒന്ന് തപ്പിയെടുക്കുക. ഇത് കിട്ടിയില്ല. അതാ അയാൾ ആരാന്നാണ് അച്ഛമ്മയ്ക്കും അറിയേണ്ടത്. മനസ്സിലായോ? എന്റെ പൊന്നു മോളെ, അവൻ എവിടെ പോയി ഒളിച്ചാലും ശരി, ഈ സുഹാസിനെ കണ്ടുപിടിച്ചിരിക്കും. മക്കള് കണ്ടോ? അയ്യോ എന്തോന്നാ മുത്തു ഇത്? നാറിട്ട് ഇവിടെ ഇരിക്കാൻ എന്താ പെരിച്ചാഴിയോ? പെരിച്ചാഴിയല്ല, ഇത് മീന് മീന്. മീന് നീ ആണ്ട വെള്ളം എടുത്തേ മൂക്കിന്ന്. നീ എന്തോ പറഞ്ഞ ചീന ഭാഷയോ? ഇതെന്തോ ഇത്ര നാറ്റം? അല്ല, വെള്ളെടുത്തു കഴിഞ്ഞാലേ ഇതിന്റെ നാറ്റം എന്റെ മസ്തിഷ്കം തുളച്ച് മുകളിലോട്ട് കയറും. മുകളിലോട്ട് കയറും. വിരലെടുത്തില്ലെങ്കില് എന്റെ കൈ തട്ടി ഇതുപോലെ കരണത്ത് വീണിട്ട് മേപ്പോട്ട് കയറും. വിരലെടുത്തു. എടുത്തല്ലോ. എവിടെ നടാ ഈ നാറിയ സാധനം വാങ്ങിച്ചത്? ഓ എന്റെ പൊന്നു കൊച്ചമ്മ, ഒന്നും പറയണ്ട. അതെ, ഞാനൊരു സീരിയസ് ആയിട്ടുള്ള മാറ്റർ പറയാനാ വന്നത്. എന്ത് വന്നു വെച്ചാ കൊണ്ട് പറഞ്ഞു തോലക്ക്. അതായത് കൊച്ചമ്മ, ഞാൻ ഇന്ന് ചന്തയിൽ പോയി. നമ്മുടെ പീലി സുനി ഇല്ലേ, പീലി സുനിയുടെ കയ്യിൽ നിന്ന് 350 രൂപയുടെ മീൻ ഞാൻ 300 രൂപയ്ക്ക് വാങ്ങിച്ചു. 2 മീന് കിട്ടിയപ്പോ എന്റെ ഊഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീനെടുത്ത് കറിയും വയ്ക്കാം, വേറൊരു മീനെടുത്ത് പൊരിക്കുകയും ചെയ്യാം. പക്ഷെ ഒരു മീൻ ചീഞ്ഞു പോയ കൊച്ചമ്മ. എന്റെ പൊന്നു മക്കളെ, കണ്ട എന്റെ മോക്ക് സമയം കിട്ടുമ്പോഴേ ആ ബോംബെക്കാരൻ ചോപ്രയുടെ പ്രൊഫൈല് അച്ചമ്മയ്ക്കൊന്ന് നോക്കി തരണേ. പിന്നെന്താ അച്ഛമ്മേ? കൊച്ചമ്മ, ഞാൻ പൊരിച്ച് കഴിച്ചു എന്ന് കൊച്ചമ്മ വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യകാരണ സഹിതം തെളിവ് കൊണ്ടുവന്നതാണ്. ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അതുകൊണ്ടാണ്. അത് ശരി, അത് മനസ്സിലായി. ഇവിടെ ലക്ഷങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരുത്തന്റെ ജാതകം അന്വേഷിക്കുമ്പോഴാ നീ പൊരിച്ചതും വറുത്തതും കറി വെച്ചതിന്റെ ഒക്കെ ഈ നാറിയ മീന്റെ കഥ പറഞ്ഞത്. പോടാ അവിടുന്ന്. കൊച്ചമ്മ, എനിക്ക് വേറൊരു ഐഡിയ. തുടങ്ങി. നല്ല ഐഡിയ വല്ലോ ആണെങ്കിൽ പറ, ഇല്ല നിന്റെ പാട്ടിന് പോ. അയ്യോ, ഇത് ബെസ്റ്റ് ഐഡിയ ആണ്. പറയണ അത് വേഗം. നമുക്കേ ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് പെരട്ടി വയ്ക്കാം. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സൂപ്പർ കരുവാടാവും. നമുക്ക് കരുവാട്ട് കറി ഉണ്ടാക്കാം, ഉണക്കമീൻ കറി. അതാണ്. അതെ, ഇവിടെ നമ്മൾ കോടികൾ തട്ടിക്കൊണ്ടുപോയി ഒരുത്തന്റെ കഥ പറയുമ്പം അവന് 1.5 രൂപയുടെ കരുവാട് കഷ്ണം കൂട്ടി തിന്നാവുന്ന. ഒന്ന് പൊയ്ക്കേ എന്റെ മുമ്പിൽ നിന്ന്. കരുവാടുണ്ടാക്കാൻ നടക്കുന്നു. ഐഡിയ പറയാന്ന് വിചാരിച്ചത്. എന്തോ ചെയ്യും എന്റെ പൊന്നു മക്കളെ, അച്ചമ്മയ്ക്ക് വട്ടളകും. അതേ ഉള്ളൂ. പോയ വഴിയെല്ലാം നാറി, ഇനി ആ അടുക്കള മുഴുവൻ നാറും. കാണിക്കുന്നത് അമ്മ എന്നെ പറഞ്ഞത് സുഹാസിനെ പേര് എനിക്കൊരു ജീവിതം ഉണ്ടായി തന്നേന്നാ. ആ അമ്മ എന്നെ തിരിച്ചെടുത്തില്ലേ അമ്മ? നോക്കിയാണ് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എന്തെങ്കിലും അസുഖം വരും. മക്കൾ ഇത്തിരി അവിടെ വന്നിരുന്നാണ്. എന്തിനിരിക്കുന്നത്? എല്ലാരും കൂടെ ഇരുത്തിയപ്പോ സമാധാനായില്ലേ? ഒന്ന് രക്ഷപ്പെട്ടു വന്നപ്പോ എല്ലാരും കൂടെ നശിപ്പിക്കാൻ വേണ്ടിട്ട് നിൽക്കുക. മക്കള് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. മുകളിൽ ഒരാൾ എല്ലാം കണ്ടോണ്ടിരിക്കും. ഭഗവാൻ നോക്കിക്കോളൂ. ഭഗവാൻ എപ്പോഴും പൈസ കൂടെ നിൽക്കുള്ളൂ അമ്മ. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി തരുമായിരുന്ന. 1, 2 അല്ല, 50 ലക്ഷം രൂപയാണ് നമ്മളെ കയ്യിൽ നിന്ന് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടത്. ഭഗവാനെ, കേട്ടിട്ട് കൈകാലം വിറയ്ക്കണം. ഉള്ള കിടപ്പാടവും പോയി, കച്ചവടവും പോയി. നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും? എനിക്ക് അറിഞ്ഞൂടാ അമ്മ. ഉണ്ടാവാൻ വരുന്നു. എന്തോന്നാ ഇവിടെ? അണ്ണൻ തിരിപ്പ് ഇങ്ങോട്ട് വന്നത്. അണ്ണൻ തിരിച്ച് വീട്ടിൽ പോകാൻ നോക്ക്. ഞാനെന്താ ഇപ്പൊ വീട്ടിൽ പോന്നേ? ഇയാളിപ്പോ എന്നെ കണ്ടെന്താ തിരിഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ? എനിക്ക് ആരെ കാണണ്ട. സുരഭി, ഇങ്ങോട്ട് നോക്ക്. എന്നെ കാണാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഇപ്പം അണ്ണൻ ചെയ്തില്ലെങ്കിൽ അണ്ണന്റെ അമ്മ ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെ എന്ത് തെറ്റാ ചെയ്തത്? എന്ത് കഷ്ടപ്പെട്ടാണ് ഈ കമ്പനി ഇവിടെ കൊണ്ടുവന്നത് അറിയാമോ?
കണ്ണുവെച്ചുള്ള ആരെങ്കിലും ഇങ്ങനെ കാണിക്കോ? സത്യമാണ് മക്കളെ, മക്കളും കണ്ടിട്ടുള്ളതല്ലേ. അക്ക നമ്മളോട് ഇത് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എന്തെങ്കിലുമൊക്കെ തമാശക്ക് നമ്മൾ പറയുമെങ്കിലും ദൈവത്താണ് അവര് നശിച്ചു പോണോന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. ആന്റി, അമ്മ തന്നെയാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. ആണെങ്കിലും അണ്ണൻ സമ്മതിച്ചു തരൂല. കാരണം അണ്ണന്റെ അമ്മയാണ്. അവർ ഇത്രയും നാളും ചിരിച്ചുകൊണ്ട് എന്നെ കഴുത്തറുത്തോണ്ടിരിക്കുകയായിരുന്നു, അറിയാമോ? അവരെ കമ്പനിയെ കാണാൻ പോയിരുന്നത് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അവർ നമ്മുടെ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത്. എന്റെ ഇടി, നിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും നിന്റെ തലയിൽ കയറാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ എന്റെ കൂടെ വാ, നമുക്ക് വീട്ടിലേക്ക് പോകും. ഞാൻ വരുന്നില്ല. ആന്റി, ഇവിടെ അടുത്ത് പറ. ചെല്ലുമക്കളെ വിളിക്കല്ലേ. ഇല്ല അമ്മ, ഞാൻ പോവൂല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കിടക്കാവാ. ഞാൻ ഇനി അങ്ങോട്ടില്ല. ചെല്ല്. ഞാൻ പോകുന്നില്ല അമ്മ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, അമ്മയും മോളും കൂടെ ഇവിടെ മൊത്തം തീയിട്ട് അങ്ങ് ചാടി ചാവാൻ നോക്കും. ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരഭി, ബിസിനസ് ആവുമ്പോ എല്ലാവരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെയാ. ചില സമയത്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും, ചില സമയത്ത് നല്ല ലോസ് ആയിരിക്കും. അത് നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിനക്ക് എവിടെയാണോ പാളിയത് അവിടെ നിന്ന് തന്നെ നീ തുടങ്ങണം. അല്ലാതെ ആരും വന്ന് അങ്ങ് ഉയർത്തിക്കൊണ്ടുവന്ന് പോകുന്നില്ല. ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, നീ വരുന്നുണ്ടോ? ബാ. ഞങ്ങളെ വഴിയാതരാക്കിയിട്ട് ശകുന്തളെ, ഞാൻ നിന്റെ അടുത്ത് മര്യാദയുടെ ഭാഷയിലാണ് പറയുന്നത്. നീ ഈ മാസം എനിക്ക് ചിട്ടി തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്റെ ചിട്ടി ചേർന്നത്. എന്നിട്ട് നീ ആ ചിട്ടി എടുത്ത് സുഖുവിന് കൊടുത്തല്ലേ? ഇനി നിന്റെ ചിട്ടിക്ക് എന്റെ പട്ടി പൈസ എന്താന്ന്? പിന്നെ സുഖു വന്നു കഴിഞ്ഞാൽ എന്റെ മൂക്കി വലിച്ചു കയറ്റും. നീ പാടി എഴുന്നേറ്റ് തേങ്ങ ചിട്ടി. എന്താ മുത്തുക്കളി, ഭയങ്കര ചൂടിലാണല്ലോ. അല്ല, വിശ്വാസവഞ്ചന അതെനിക്ക് ഇഷ്ടമല്ല. വിശ്വാസവഞ്ചന എന്റെ അച്ഛനെ പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. പിന്നെയാണ് ഈ ശാകുന്തള. മുത്തുവേട്ടന്റെ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ എന്റെ അടുത്തല്ലല്ലോ, എന്റെ അമ്മയുടെ അടുത്തല്ലേ ചെയ്യോ. എന്ത്? എന്റെ അമ്മയെ ഉപേക്ഷിച്ചിട്ടേ വേറെ കല്യാണം കഴിച്ചു. അയ്യോ. എന്നിട്ട് അച്ഛനോട് എങ്ങനെ പകരം വീട്ടിയേ? ഞാൻ അച്ഛന്റെ ഫസ്റ്റ് നൈറ്റിൽ ആ വീട്ടിൽ ചെന്ന് കയറി. അന്ന് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ആ മണിയറ വാതിൽ മുട്ടിയപ്പോഴാണ് അന്ന് ആദ്യമായിട്ട് ആ ചോദ്യം ഞാൻ കേട്ടത്. എന്ത്? അത് എന്റെ അച്ഛന്റെ വായിൽ. നീ ആര്? നിനക്ക് എന്തൊരു വേണോ? അച്ഛനോ? ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അച്ഛനെ വേണോ. അപ്പൊ ആ അച്ഛൻ പറഞ്ഞു നിന്നെ എനിക്ക് അറിഞ്ഞൂടാ. അന്ന് നിർത്തി എല്ലാം. എന്നിട്ട് അച്ഛനോട് അങ്ങനെയാണോ പകരം വീട്ടിയേ? അല്ല, അമ്മയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചു. അമ്മ ആദ്യമൊന്നും സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു പറ്റൂല, കെട്ടിയേ പറ്റുള്ളൂ. അമ്മ കെട്ടി. നല്ല കാര്യം മുത്തോണ്ണ. ഇപ്പോഴത്തെ മക്കളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ, വളരെ നല്ല കാര്യം. അത് നല്ലത് തന്നെ. പക്ഷെ ആ അച്ഛനും എന്റെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയി. അന്ന് എഴുതിയ കവിതയാണ് അച്ഛൻ ഉറയ്ക്കാത്ത വീട്. ചൊല്ലട്ടാ. അച്ഛാ അച്ഛാ പൊന്നച്ഛാ എന്തിനാണി ചതി, അച്ഛാ അച്ഛാ പൊന്നച്ഛാ എന്തിനാണി ചതി, അമ്മയെ പറ്റിച്ചു എന്നെയും പറ്റിച്ചു, നാട്ടാരറിയാതെ വേറെ നിങ്ങൾ കെട്ടിയില്ലേ, കെട്ടിയില്ലേ വേറെ നിങ്ങൾ കെട്ടിയില്ലേ, കെട്ടിയില്ലേ വേറെ നിങ്ങൾ കെട്ടിയില്ലേ. ഇനിയുണ്ട്. വേണ്ട, പാടാൻ വയ്യാതോ? നന്നായിട്ടുണ്ട്, ടച്ചിങ് ആയിട്ടുണ്ട്. ടച്ച് ചെയ്താണ് എഴുതിയത്. നല്ല ബെസ്റ്റ് ഫാമിലി. താങ്ക് യു വെരി മച്ച്. അതെ മുത്തോട്ടാ, നമ്മുടെ മനസ്സില് പ്രതികാരം വീട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ പാട്ടൊന്നും എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളും ദൈവത്തോട് മനസ്സറിഞ്ഞങ്ങ് ചോദിക്കുക, ദൈവം മനസ്സറിഞ്ഞങ്ങ് തിരിച്ചു തരും. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിക്കേ, ഞാൻ മനസ്സറിഞ്ഞ എന്റെ ഒരു ആഗ്രഹം ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്കത് നടത്തി തന്നു. എന്താഗ്രഹം? അതൊക്കെ ഉണ്ട്. എന്നാലും പറയരുത്. പിന്നെ പറയാം. ഓക്കെ. എന്റെ ആയുധം പ്രാർത്ഥനയല്ല, എഴുത്താണ്, കവിത എഴുത്ത്. എടോ സാജ, താൻ എന്നെ മെയിലയക്കാനൊന്നും പഠിപ്പിക്കണ്ട കേട്ടാ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലല്ലോ കൊട്ടേഷൻ അയച്ചത്. അപ്പൊ താൻ അത് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാത്തോണ്ടാണ് ആ ഡീല് നമുക്ക് മിസ്സായത്. മര്യാദയ്ക്ക് വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് അത് സെറ്റാക്കാൻ നോക്ക് കേട്ടാ. ഫോൺ വയ്ക്കണോ, ഞാൻ ബാക്കി വന്നിട്ട് വരാം. ഭയങ്കര ചൂടിലാണല്ലോ. പായസം ഇന്നെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പ്രത്യേകതയൊന്നുമില്ല. എന്റെ ഒരു ആഗ്രഹ സബലീകരണത്തിന്
ഭഗവാന് നേർച്ച നേർത്തതാ. ഏതാഗ്രഹം? സുരഭിയുടെ കമ്പനി പൂട്ടിയില്ലേ, അത് തന്നെ. നീ എന്തോന്ന് സൈക്കോ എടി? സൈക്കോയോ? വാട്ട് യു മീൻ? എടി, ഒരാള് വിഷമിച്ചിരിക്കുമ്പോഴാണോ ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം? അങ്ങനെ വെറും ഒരാളല്ലല്ലോ, സുരഭിയുടെ കമ്പനിയല്ലേ പൊട്ടിയത്. അവളുടെ കമ്പനി പൊട്ടിപ്പോണേന്ന് ഞാന് ഭഗവാനോട് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. അതാണിപ്പോ നടന്നത്. പൊന്നു മോളെ, പഴുത്ത പ്ലാവല വീഴുമ്പോഴേ പച്ച പ്ലാവല ചിരിക്കുന്നൊരു ചൊല്ലുണ്ട്. നീ അതുകൊണ്ട് അധികം സന്തോഷിക്കൊന്നും വേണ്ട. തിരിച്ചടി കിട്ടാൻ വലിയ നേരമൊന്നും വേണ്ട. എന്താണ് മിസ്റ്റർ പ്രശോഭ് പെട്ടെന്നൊരു തങ്കച്ചിപ്പാസം? തങ്കച്ചിപ്പാസമൊന്നും അല്ല. പിന്നെ ഇടി, ഒരു ബിസിനസ്സുകാരൻ തകരുമ്പോഴേ മറ്റൊരു ബിസിനസ്സുകാരൻ നോക്കി ചിരിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ ബിസിനസ് എത്തിക്സ്. എന്നാലേ ഞാനൊരു ബിസിനസ്സുകാരിയല്ല, അതുകൊണ്ട് എനിക്ക് ചിരിക്കാം. എനിക്ക് എത്തിക്സ് നോക്കണ്ട. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ തന്തയിലെ ഓഞ്ഞ സ്വഭാവമല്ലേ കാണിക്കൂ. എന്തോ പറഞ്ഞു? എന്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾ എന്തോ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഞാനാ? നിങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടതാ. എടി, ഇനിയിപ്പോ നിന്റെ അച്ഛൻ അതാണെങ്കിൽ തന്നെ ഞാൻ വല്ലത് പറയൂ അങ്ങനെ? പ്രശോഭേട്ടാ, എന്താ? അയ്യോ, അമ്മ പ്രശോഭേട്ട വാതിൽ തുറന്നോ? പ്രശോഭേട്ട വാതിൽ തുറക്കാൻ. അയ്യേ ലക്ഷ്മി, എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ഇതിനകത്തിന്റെ തപസ്സിരിക്കില്ലല്ലോ, എപ്പോഴെങ്കിലും പുറത്തിറങ്ങില്ലേ? അന്നേരം ഞാൻ വെച്ചിട്ടുണ്ട്. മര്യാദ തുറന്നോ? ഓ, നിങ്ങൾ രണ്ടുപേരും വീണ്ടും വഴക്കിട്ടോ? ആണെങ്കിൽ ഞാൻ ഇറങ്ങി പോയേക്കാം. എങ്ങോട്ടെങ്കിലും. ഇവിടെ ഇരിക്കുന്നതിന് ഭേദം അതല്ലേ? അതിനുള്ള പ്രായമൊക്കെ ആയോ നീ? ഇറങ്ങി പോവാ എന്നാ പ്രായം? 2 കാലും കൂടി പോരെ? കാല് മതി. എവിടെ പടി? എവിടെ? അച്ഛന് മോക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും എന്റെ കൈ കിട്ടും. പഠിച്ചതൊക്കെ മതി കൊച്ചമ്മ. ഇനി ഈ സലാഡ് കഴിച്ചോണ്ടിരിക്കണം. ചന്തയെന്ന് പിറക്കിയെടുത്ത മലക്കറിയെല്ലാം കൂടെ കണ്ടം തുണ്ടം വെട്ടിയിട്ടിട്ടുണ്ട്. അയ്യയ്യേ, അപ്പൊ നീ കാശ് കൊടുത്ത് നല്ലത് വാങ്ങിക്കലല്ലേ? അവിടെ ഇവിടെ കിടക്കുന്നൊക്കെ പെറുകിയെടുത്ത് വെട്ടിക്കൊണ്ടിരിക? അല്ല, പറഞ്ഞപ്പോ തിരിഞ്ഞു പോയതാണ്. ഞാൻ ചന്തയിൽ നിന്ന് നല്ല ഫ്രഷ് മലക്കറിയാണ് നോക്കി വാങ്ങിച്ചാണ് കൊച്ചമ്മ. ഉള്ളതാണോടാ? എന്റെ കൊച്ചമ്മയുടെ സത്യം. ചപ്പയോരെല്ലാം കൂടെ തീറ്റിക്കരുത് തന്നെ. കൊച്ചമ്മ കഴിക്കണം കൊച്ചമ്മ. കൊച്ചമ്മയുടെ ഓജസ്സും തേജസ്സും ഒക്കെ വരട്ടെ. എന്ത്? എനിക്കിപ്പോ അതൊന്നും ഇല്ലേ? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ ഇപ്പോ ഉള്ള ഓജസ്സും തേജസ്സും ഒക്കെ നിലനിന്ന് പോകട്ടെ എന്നാണ്. ഇന്ന് പറയുമ്പോ എല്ലാ വ്യാകരണവും തെറ്റാണല്ലോ ദൈവമേ. എന്തോ ഒരൊറ്റ വഴിയുള്ളൂ. എന്താണ് കൊച്ചമ്മ? നീ വായടച്ചങ്ങ് നിന്നാ മതി. കാരണം ഈ വ്യാകരണം എന്നൊക്കെ പറഞ്ഞ എന്തുവാന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താ മുത്തോണ്ണ, ഇന്നൊന്നും വേവിച്ചില്ലേ? എല്ലാം പച്ചക്ക് വെട്ടി വെച്ചേക്കുന്നേ. അയ്യോ കുഞ്ഞത് സലാഡാണ്. വേവിച്ചു കഴിഞ്ഞാൽ എന്റെ കൊച്ചമ്മ കിട്ടേണ്ട വൈറ്റമിൻസ് എല്ലാം കിട്ടൂല. സലാഡ് എന്താന്നറിയണ്ടേ? അമ്മ അല്ലേലും ഒടുക്കത്തെ ഗ്ലാമറാ. പിന്നെ ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും അടുത്തുപോലും നിൽക്കാൻ പറ്റാതാവേ. എന്റെ പൊന്നുമോളെ, അസൂയപ്പെട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ജന്മനാ കിട്ടുന്നല്ലേ ഇതൊക്കെ. അത് കൊച്ചമ്മ പറഞ്ഞത് സത്യം. കുഞ്ഞെ, ഞാനേ ഈ റോഡിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോ ഉണ്ടല്ലോ, ചെല്ലു എടാ മുത്തു അങ്ങനെടാ അങ്ങോട്ട്. നീ ആ ചന്ദ്രകാശത്തിലെ കൊച്ചമ്മയുടെ മൂത്ത മോൻ തന്നെടാ. തന്നെ. കാരണം എനിക്കും കൊച്ചമ്മയ്ക്കും ഒക്കെ ജന്മനാ കിട്ടിയതാണ് ഈ സൗന്ദര്യം. മാറ്റി വെക്കാൻ പറ്റൂല. ഇത് കൊച്ചമ്മ എന്താ പറഞ്ഞത്? സുഹാസിനി കൊച്ചമ്മയുടെ മൂത്ത മോനല്ലേ? ഞാൻ പറഞ്ഞതാണ് പറഞ്ഞത്. ഇതിലും പേരെ നീ എന്നെ ഒരു കത്തി എടുത്ത് അങ്ങ് കുത്തടാ. ചിരിച്ചോ? എല്ലാരും കൂടെ ചിരിച്ചോ? ഇതൊന്നും കണ്ടേ സുരഭി തളരുന്നൊന്നും ആരും വിചാരിക്കണ്ട. നിനക്ക് ദൈവം ചോദിക്കും, നോക്കിക്കോ. ഇങ്ങോട്ട് വേണ്ട തന്നെയാണ് വിചാരിച്ചത്, പക്ഷെ പ്രതീക്ഷ വിളിച്ചോണ്ടാണ് ഞാൻ വന്നത്. അയ്യോ, നിന്റെ ഭാര്യക്ക് എന്തുവാടാ കുഴപ്പം? എന്തിനാ അമ്മ നിങ്ങൾ എല്ലാരും കൂടെ അവിടെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നു? ആരെ കളിയാക്കുന്നത്? നിനക്കെന്തോ ഇവനെന്തോ സ്വപ്നം കണ്ടോ? ഈ വീട്ടിനകത്തൊരു തമാശ പറയാൻ പാടില്ലേ? നീ എന്തിനാ അവളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവളെ അവളുടെ ഇഷ്ടത്തിന് വിടായിരുന്നില്ലേ? പിന്നെ എന്റെ ഭാര്യനെ എന്റെ വീട്ടിലേക്കല്ലേ കൊണ്ടുവരേണ്ടത്, അല്ലാതെ ഏട്ടത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇതൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണേ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഇനി അവിടെ മുമ്പ് വെച്ച് ആരും ചിരിക്കല്ലേ. ചിരിക്കുന്നില്ല, ഇനി അങ്ങോട്ട് ചിരിക്കുന്നേ ഇല്ല. അതെ. അപ്പോ നമ്മൾ അവളെ പേടിച്ച് ഇവിടെ ജീവിക്കേണ്ടി വരുമോ? അവളെ പേടിച്ച് ജീവിക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. അവളുടെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കുക. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണേ. എന്റെ ദൈവമേ.
ഓരോരോ ഗ്രഹപ്പഴകൾ ഈശ്വര, എന്തോ പറയാന്. പിന്നെ ഞാൻ എന്തായാലും ചിരിക്കും. ചുമ്മാ ചിരിക്കല്ലേ, കാണുന്ന ആൾക്കാരെ കഞ്ചാവാണെന്ന് വിചാരിക്കും. എന്ത് സൂക്ഷിച്ച് നോക്കുന്നത്? പിന്നെ ദയിപ്പിക്കോ? വല്ലാത്ത മനസ്സുകൾ തന്നെ. അതിന്റെ അച്ഛൻ എന്താടാ മരിച്ച അച്ഛനെ വിളിച്ചാണല്ലോ സോമാർ കേട്ടോ. അപ്പൊ എന്റെ പേര് നിനക്ക് വിളിച്ചോടാ, മുത്തു എന്നുള്ള പേര് നിനക്ക് വിളിച്ചാ പോരാ? ഞാൻ നത്തല്ലേ വിളിച്ചത്, അതിപ്പോ എന്താണ് അങ്ങനെ വിളിക്കണ നീ? നിങ്ങളൊക്കെ ചൂയിന്നൊന്നും ഞാൻ വിളിച്ചില്ലല്ലോ. നീ എന്താ, നീ എന്നെ അണ്ണാന്ന് വിളിക്കണം, അല്ലെങ്കിൽ മുത്തു വിളിക്കണം. എനിക്ക് മൂത്തൊന്നും വിളിക്കാൻ ബുദ്ധിമുട്ടാ. നിനക്ക് മുത്തൂടാ, നീ ഒന്നും വിളിക്കണ്ട, അണ്ണാന്ന് വിളിച്ചാൽ മതി. അണ്ണാന്ന് എന്ത് നീ അപ്പൊ ഷൂസൂന്ന് വിളിച്ചാൽ മതി. ഞാൻ ഷീസിന്ന് വിളിക്കുന്നില്ല. പ്രതീക്ഷ എന്ത്? പ്രതീക്ഷ ഇവിടെ ഇല്ല. അപ്പൊ മണ്ട ഉണ്ടല്ലേ, അങ്ങനെ നിനക്ക് മനസ്സിലായി? ഇങ്ങനെ നോക്കിട്ട് വിടില്ലെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ആളുകളെ കാണുന്നത്. അല്ല, ഞാൻ നേരത്തെ പോയ ആള്. ആണല്ലേ? കഴിക്കരുത്, അത് കൊച്ചപ്പിക്കുള്ളതാണ്. കൊച്ചമ്മയ്ക്ക് കഴിക്കണം പറഞ്ഞില്ല, കൊച്ചമ്മയ്ക്ക് കഴിക്കാം. കൊച്ചമ്മയ്ക്ക് കഴിക്കണം. പ്രകൃതി നമുക്ക് തരുന്നല്ലേ ഇത്? അത് കൊള്ളാം. പ്രകൃതിയല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ എടാ, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ ഡ്രൈവിംഗിലായിരുന്നു. നീ എന്തോ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചോപ്പറെ കുറിച്ച് വല്ല വിവരം കിട്ടിയ? ഒരു ചോപ്പറെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല. പിന്നെന്തോ മല പറിക്കുന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നല്ലോ. എന്റെ പൊന്നളി, അവര് നമ്മൾ ഉദ്ദേശിക്കാട്ടി വലിയ കള്ളം വരാണ്ടാ. നിന്നിലും വലിയ കള്ളനാ? അതല്ല, എടാ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒരു കുന്തവും ചെയ്യാനില്ല. എനിക്ക് അവളുടെ കാര്യം ഓർക്കുമ്പോൾ അവൾ മൊത്തത്തിൽ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും. എന്റെ പൊന്നളി, അവിടെ വേറെ പണിയല്ല നോക്കാൻ പറ. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലേ? കംപ്ലൈന്റ് കൊടുത്തൊന്നും വേണ്ടൊന്നും കാര്യമില്ല. അവിടെ കറക്റ്റ് പ്രഷർ ഇല്ലണം. ഫോഴ്സ് ചെയ്താൽ മാത്രമേ കേസൊക്കെ നല്ല നടക്കത്തുള്ളൂ. എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ കാശെടുക്കാൻ പറ്റും. എത്ര? 5. 5000? അയ്യോ, പോലീസ് വെട്ടിക്ക് ബിസ്ക്കറ്റ് പിടിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയോ? കൈ വാങ്ങിട്ട് പോടാ. സമാജം പറഞ്ഞാൽ 5 ലക്ഷം രൂപ ഇറക്കിയാൽ 5 ലക്ഷം രൂപ ഇതിനു വേണ്ടിട്ട് ഇറക്കാൻ എവിടെ ഇരിക്കുന്നു? തന്തവേവ് വരും, തന്തവേവ്. ഏട്ടാ, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം വേണം. സുരഭി ആകെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് ഏട്ടത്തെ അടുത്ത് പറയണം ചുമ്മാ അവളെ കയറി ചെറിയായിരുന്നു. ഓക്കെ എടാ, എന്റെ ഭാര്യ അങ്ങനെ ആരെയും ചൊറിയാനൊന്നും പോവില്ല. ആണാ? അതറിയാം, എല്ലാവർക്കും അറിയാം ആരെ കയറി എപ്പോഴും ചൊറിയാറെന്നുള്ള കാര്യം. അഥവാ അങ്ങനെ പറഞ്ഞെങ്കിലേ നിന്റെ ഭാര്യ എടുത്ത് കാത് കുത്തി ഇരിക്കാൻ പറ. അത് ശരി, നിങ്ങളുടെ ഭാര്യ പേടിച്ചിട്ട് എന്റെ ഭാര്യ ചെവി പൊത്തിരിക്കണോ നിങ്ങൾ പറയുന്നത്? ആർക്കട പേടി ഭാര്യയെ? നിങ്ങൾക്ക് ഭാര്യ നല്ല രീതിയിൽ പേടിയിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും കൂടെ അറിയാം. എടാ, എന്റെ ഈ വേറൊരു മോന്ത അവൾക്ക് നല്ല രീതി അറിയാം. ഞാൻ വരച്ച വരയിൽ അവള് നിൽക്കും. ആ വര ഏട്ടത്തെ വരയ്ക്കുന്നതേ ഉള്ളൂ. നിന്റെ ഭാര്യ ഭാര്യയുടെ പേര് അലമ്പണ്ടാക്കുന്ന എന്തോ പറയുന്നത്? കല്യാണം കഴിച്ചിട്ടില്ലെന്ന് നിങ്ങൾ ചുമ്മാ ഭാര്യയുടെ പേര് അലമ്പണ്ടാക്കൊണ്ടിരുന്ന അത് ഇതുമായിട്ട് എന്ത് ബന്ധം? അത് ബന്ധമുണ്ട്. പിന്നെ ചുമ്മാ നീ പോവാണോ? പിന്നെ ഞാൻ ഇവിടുത്തെ എന്തോ ചെയ്യാനാ? പോടാ കാണിച്ചു. സുരഭി എവിടെ? അവള് തലയും കുത്തി നിൽക്കുന്നു. എന്നാ പോയി കൂടെ കുത്തിയിരിക്കണ. നിങ്ങളും കൂടെ പോയി നിൽക്കുന്ന. ഞാൻ പറഞ്ഞല്ലോ, അവള് ഡിപ്രസ് ആയിട്ട് അകത്ത് ഇരിപ്പുണ്ട് റൂമിൽ. എടാ, നീ ഒന്ന് പോയി അവളെ മോട്ടിവേറ്റ് ചെയ്യ്. ഇങ്ങനെ ചുമ്മാ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടാ? ഏട്ടാ, എനിക്കൊരു 5 ലക്ഷം രൂപ തരാമോ? എടാ, അവളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലാതെ എന്നെ ഊറ്റാനല്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ വഷളാക്കിയത് ഫുള്ള് ഞാൻ തന്നെ. ഇതാണ് ശരിക്കുള്ള തന്തവയും. താനിത് എവിടാണോ? തന്നോട് ബോംബെക്ക് പോകാനല്ലേ ഞാൻ പറഞ്ഞത്? ഇയാളെന്തിനാ ബാംഗ്ലൂരിൽ പോയേ? അയ്യാ, കല്യാണവും നൂലുകെട്ടും ഒക്കെ കൂടിയിട്ടേ താനും ചെയ്തുള്ളുമ്പോഴത്തേക്ക് അവരവരുടെ പാട്ടിന് പോകും. എന്റെ മേനോനെ താൻ എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്യ് കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ആന്റി, എന്താ പോലെ? ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? ആ ചോപ്രയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ആന്റി തന്നെയാണ്. നീയും അങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കുവാണോ? ഞാനങ്ങനെ വിശ്വസിച്ചിട്ടില്ല, പക്ഷെ സുരഭിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അപ്പൊ എന്തോ ചെയ്യാനാ എന്റെ കുഞ്ഞെ? അത് അങ്ങനെ അല്ലെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ യാതൊന്നുമില്ല. പ്രതീക്ഷ നല്ല വിഷമത്തിലാണേ. എല്ലാം ശരിയാവും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ ഇപ്പൊ ഞാൻ എന്തുവാ പറഞ്ഞത്? എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് മൊത്തത്തിൽ സംശയമുണ്ടേ. അല്ല അല്ല ആന്റി അല്ല,
മൊത്തത്തിൽ പൊതുവേ വിചാരിച്ചത് എല്ലാം പറഞ്ഞിട്ട് അവസാനം എനിക്കിട്ട് പണിയാണോ? ഞാൻ അങ്ങനെ ആന്റി വല്ലതും പറയൂ? പോട്ടെ, നീ എങ്കിലും പറയാതിരുന്നാ കൊള്ളാം. ഞാൻ എന്നാ അങ്ങോട്ട് പോട്ടെ. ചെല്ല്. ആരാ ഈ ചോപ്പറ? നിനക്ക് ഏത് നേരത്താണോ തോന്നിയത് ഇങ്ങോട്ട് എഴുതള്ളാൻ? ഇതെന്ത് കിടപ്പാടോ? ഇങ്ങനെ പട്ടിണി കിടന്നു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഫുഡ് കൊണ്ടുവന്നു, എടുത്ത് കഴിക്കുക. എനിക്ക് വേണ്ട. അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല സുരഭി. ഇങ്ങനെ പട്ടിണി കിടന്നു വെച്ചിട്ട് നമുക്കുണ്ടായ നഷ്ടം തിരിച്ചു വരുമോ? ഇല്ലല്ലോ. ഭക്ഷണം എടുത്ത് കഴിക്കാൻ നോക്കി. എടോ കഴിക്കടോ. ബാടോ കഴിക്കാം. ബാ എനിക്ക് എങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത്? ഇത്രയും വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന് 2 ദിവസം കൊണ്ട് എന്റെ കമ്പനി ഇല്ലാതായത്. സുരഭി, ഞാൻ തന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ലൈഫ് എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്. എല്ലാവരുടെ ലൈഫിലും ചില സമയത്ത് അപ്സും ഡൗൺസും ഒക്കെ വരും. ഇപ്പൊ സുരഭിയുടെ കാര്യം തന്നെ നോക്കി. 2 വർഷം മുമ്പ് തന്റെ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു? ഇപ്പൊ നോക്കുമ്പോ എന്താ, സുരഭി ഒരു അച്ചാർ കമ്പനിയുടെ MD ആണ്. നഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം, അതൊക്കെ നിനക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. മാത്രമല്ല, ഇനി നിന്റെ മുന്നോട്ടുള്ള എല്ലാ ശ്രമത്തിലും ഞാനും കൂടെ. ഓക്കെ, കഴിക്കാം. സുരഭി, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാരുടെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? ഇവർ 3 പേരും തോറ്റുപോയവരാണ്. ഒരുതി തോറ്റാൽ പോട്ടെന്ന് വെക്കില്ല. കാരണം കളിക്കുന്നതെന്നും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഈ ഡയലോഗ് ആരാ പറയുന്നത് എനിക്കറിയാം. ആരാ? രാജുവിന്. അത്രേ ഉള്ളൂ. ലൈഫ് അത്രേ ഉള്ളൂ. ഞാൻ വരുത്തരാം.